കളർ സ്ട്രെൻസിന്റെ സ്റ്റൈൽ സീക്രട്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ഡ്രസ്സിങ് നമ്മളുടെ മൂഡിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അൺകംഫർട്ടബിൾ ഫിറ്റിംഗ് ആണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടും ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചില ഡ്രസ്സുകൾ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതായത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ, ഒന്ന് മാറിയാൽ മതിയായിരുന്നു, ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് ഞാനൊന്ന് ഫ്രീ ആവട്ടെ എന്നൊക്കെ പറയുന്നൊരു ഫീൽ. അതിന് പകരം എപ്പോഴും കംഫർട്ടബിൾ ഫിറ്റ് സെലക്ട് ചെയ്യാം. സെക്കൻഡ് വൺ, റോങ് കളർ ചോയ്സ് ആണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറിന് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. എപ്പോഴും ഡൾ കളേഴ്സ് മാത്രം നമ്മൾ ധരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ മൂഡിനെ ഡൗൺ ആക്കുകയും നമ്മളൊരു മടുപ്പുണ്ടാക്കുകയും നമ്മുടെ എനർജി ലോ ആക്കുകയും ചെയ്യും എപ്പോഴും എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വൈബ്രന്റ് കളേഴ്സൊക്കെ നമ്മുടെ സ്കിൻ ടോണിൽ ചേരുന്ന നമ്മളുടെ മനസ്സിന് ഹാപ്പിനെസ് നൽകുന്ന വൈബ്രന്റ് കളേഴ്സൊക്കെ ട്രൈ ചെയ്യുന്നതും നല്ലതായിരിക്കും. തേർഡ് വൺ, ഇൽ മെയിൻറ്റെയിൻഡ് ക്ലോത്ത്സ് ആണ്. അതായത് കറക്റ്റായിട്ട് അയൺ ചെയ്യാതെയും അല്ലെങ്കിൽ വാഷ് ചെയ്യാതെയൊക്കെയുള്ള ഡ്രസ്സ് നമ്മളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ളതും ഭംഗിയായിട്ട് അയൺ ചെയ്തതും അടുക്കും ചിട്ടയായിട്ടുള്ളൊരു ഡ്രസ്സിങ്ങും നമുക്ക് ആ ഒരു ഫുൾ ഡേ നല്ല എനർജിയിൽ നിൽക്കാൻ സാധിക്കുന്നു. അപ്പം നല്ലപോലെ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് അയൺ ചെയ്ത് വാഷ് ചെയ്തുള്ള ഡ്രസ്സുകൾ തന്നെ ധരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഡ്രസ്സിങ്ങിലൊന്ന് വരുത്തി നോക്കുക. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണ്, അത് ധരിക്കുമ്പോൾ നിങ്ങളുടെ മൂഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് അപ്പ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ചില കളറുകൾ നിങ്ങളുടെ മൂഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡൗൺ ആക്കുന്നുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യുക. നമ്മുടെ സ്റ്റൈൽ സീക്രട്സിന്റെ എപ്പിസോഡ് 2 നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.